മൈ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈവനിങ് കോസി വ്ലോഗാണ്. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വെക്കേഷന് ഈവനിങ് ടു നൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അസലേജികൾ ഞാൻ കൂടുതൽ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യാണ് ചെയ്യൽ. ഞാനിന്ന് കുളിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു പിങ്ക് ഔട്ട്ഫിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റാണിത്. അപ്പോൾ ഞാൻ വേഗം കിച്ചണിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തിന്നാനുണ്ടോ നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എഗ് പഫ്സ് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഗ് പഫ്സ്. അതേപോലെ ഞാനിത് കഴിക്കാൻ വേണ്ടി കുറച്ച് ദിവസമായിട്ടായിരുന്നു കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കി. കോൾഡ് കോഫിയാണ് എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടും സ്വീറ്റ് ആയിട്ടുമാണ് ഉണ്ടാക്കാറ്. എൻ്റെ കോഫി അത്ര അധികം ആർക്കും ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ കഫേൻ അഡിക്റ്റർ എനിക്ക് ഈ കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനുശേഷം ഞാൻ വേഗം ലിവിങ് റൂമിലേക്ക് പോയി എൻ്റെ ഫേവറേറ്റ് ആനിമേറ്റഡ് കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ട്. ഷിൻചാനായിരുന്നു ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷിൻചാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുത് മുതലേ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂണ് ഷിൻചാനും ഡോറിമോനാണ്. അതിപ്പോൾ എനിക്കിപ്പം വെച്ചെന്നാലും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്ന കാർട്ടൂൺസിനെയും എത്രയോ ബെറ്ററാണ് ഞങ്ങളുടെ ഷിൻചാനും ഡോറിമോൻസൊക്കെ. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതിൽ ഫിഷ് ഉണ്ട്. ഞങ്ങൾ അതിന് മോർണിംഗും നൈറ്റാണ് ഫുഡ് ഇട്ട് കൊടുക്കാറുള്ളത്. അതിന് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഹൈദർ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അരിയത്ത് പോയി കളിക്കും. അതിനിങ്ങനെ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ മുട്ടി കളിക്കും. അതിനുശേഷം ഞങ്ങൾക്ക് ഫുഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിന്ന് ഫുഡായിട്ട് ദോശയും സാമ്പാറും അറിയായിരുന്നു ഉണ്ടായിരുന്നത്. അസം മലയാളി എനിക്ക് ഈ ദോശയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഒന്ന് ദോശയും സാമ്പാർ അത് വേറെ ലെവലാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടായിരുന്നു തിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എന്ത് കാർട്ടൂണാന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഷിൻചാന് കാണുന്ന കാർട്ടൂണാണ്. അടിപൊളിയാണ്, കുഴപ്പമില്ല. ഷിൻചാൻ്റെ ഞങ്ങൾക്ക് സ്പൈഡർമാനൊക്കെ പോലെ അവർക്ക് ഷിൻചാന് അടിപൊളിയായിട്ടുള്ള സൂപ്പർമാനാണിത്. അപ്പോൾ ഇത് അറിയുന്നവർ ഇതെന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിന്നെന്ന് കഴിയാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടാവും, വേഗം തിന്നിട്ടെണീ ചൂട് ഹൈജനെ നോക്ക്, എന്നാലേ എനിക്ക് തിന്നാനാവും. അന്നേരം പിന്നെ വേഗം 2-3 വായ എടുത്ത് പിന്നെയും കഴിക്കും. അല്ലാണ്ട് ഭയങ്കര സ്ലോ ആയിരിക്കും ടി വി കാണുമ്പോൾ. അതിനുശേഷം ഞാൻ വേഗം മേലെ വിട്ടു. മേലെ പോയിട്ട് വേഗം ബ്രഷ് ചെയ്യാൻ നിന്നു. ഉമ്മ പറയുന്നുണ്ടായിരുന്നു, നീ ബ്രഷൊക്കെ ചെയ്തിട്ട് വാ, എന്നിട്ട് വേണം ഹൈജനെ നോക്കാനെന്ന്. ശരിയാണ്, ഉമ്മക്ക് നാസ്ത കഴിക്കണേ, ഞാൻ ഹൈജനെ നോക്കണം. അപ്പോൾ ഞാൻ വേഗം ബ്രഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ലൈറ്റ്നിങ് എഫക്റ്റിൻ്റെ കുഴപ്പമായതുകൊണ്ട് തന്നെ ഞാൻ വേസിൻ്റെ അരിയത്ത് നിന്നല്ല വീഡിയോ എടുക്കുന്നത്. ആസ് എ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയാൻ എനിക്കങ്ങനെ റൊട്ടീനൊന്നുമില്ല. പല്ലേക്കുക, പിന്നെ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകും, പിന്നെ ഇടയ്ക്ക് ഉറങ്ങുന്നതിന് മുമ്പ് മുഖം ഒന്ന് മോയ്സ്ചറൈസർ ചെയ്യും, പിന്നെ ലിപ് ബാമും തേക്കും. ലിപ് ബാം ആദ്യം തേക്കാറില്ല, അത് എന്നോട് മറന്നു. മോയ്സ്ചറൈസർ ഓരോരോ മൂഡാണ്. കൈയാണെങ്കിൽ തേക്കും, അല്ലെങ്കിൽ തേക്കൂല, അങ്ങനെ പറയില്ലേ. അങ്ങനെ ഡെഫിനേഷനായിട്ട് ഞാനങ്ങനെ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്ന അങ്ങനെ ഒരു സ്കിൻ കെയർ റൊട്ടീനൊന്നും എനിക്കില്ല. ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് കുറേ സമയമായിരുന്നു. അപ്പോൾ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, വേഗം താഴെ വാ ഹൈജനെ നോക്കും. അതിനുശേഷം ഞാൻ ഹൈജനൊക്കെ നോക്കി ഉമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാൻ പോയി. അന്നേരം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു, അത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒരു പെൺകുട്ടിയുടെ ഡയറി എന്നുള്ള പോലെ പറയുകയാണ്. ഒരു ടീനേജായ ഒരു കുട്ടീൻ്റെ ഡയറിയാണ് ഇതിൽ കഥ പറയുന്നത്. കുഴപ്പമില്ലാത്ത കഥയായിരുന്നു. ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ കഥയായിരുന്നു. ആസ് എ നൈറ്റ് റൂട്ടീന് ഞാൻ എപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പിട്ട് മുടി വാരിയിട്ടാണ് കിടക്കുക. മുടി വാരിയിട്ട് പിരിച്ചിട്ട് കെട്ടുമൊന്നുമില്ല, എന്നാൽ സാധാരണ കെട്ടിയിട്ടാണ് വെക്കൽ. എന്താണെന്ന് വെച്ചാൽ പിരിച്ചിടാനുള്ള അത്ര മുടിയൊന്നും എനിക്കില്ല. എൻ്റെ ഷോർട്ട് ഹെയർ ആണ്. എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. അങ്ങനെ ഷോർട്ട് ഹെയർ മുറിച്ചതാണ്. പിന്നെ ഇത് ഒക്കെ വെറും ഒരു ആക്ടിങ് ആണ്. ഞാൻ ഉറങ്ങാൻ പോവാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് നാളെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബാക്കി നാളെ.